ഹലോ കൂട്ടുകാരെ, എന്തൊക്കെ നിങ്ങളെ വർത്താനങ്ങൾ? അൽഹംദുലില്ലാ, നമ്മളിതാ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മളെ റെസിപ്പി നിങ്ങളൊക്കെ കൊതിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ബോട്ടി ഉണ്ടല്ലോ. അത് കുരുമുളകൊക്കെ ഇട്ട് ചട്ടിയിൽ വഴറ്റിയെടുത്തതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനു വേണ്ടി ഞാനിതാ ഇവിടെ 1 കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേവുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, ബോട്ടിക്ക് ഒരു മണം ഉണ്ടാവുമല്ലോ. ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് പുഴുങ്ങി ഊറ്റിയാൽ അതിൻ്റെ മണം അങ്ങോട്ട് പോവുകയും ചെയ്യും. അത് തന്നെയല്ല, ഈ ബോട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇതിൽ നല്ല കൊളസ്ട്രോളാണ്. അപ്പോൾ ഇതേപോലെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി ഊറ്റിയതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കൊളസ്ട്രോൾ ഇത് കുറയ്ക്കാൻ കഴിയും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബോട്ടി വേവുന്ന സമയം കൊണ്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെയിൻ താരമായ ഉള്ളി ഉണ്ടല്ലോ, വെല്ലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ അവിടെ ചേമ്പിൻ്റെ താളുമെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് മിക്സിയിലിട്ട് അടിച്ചപ്പോൾ നല്ലോണം ഒന്ന് കറങ്ങിപ്പോയിട്ടോ. നിങ്ങൾ ഇത്ര ഒന്നും ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ. ഒരു 10 വെളുത്തുള്ളീൻ്റെ അല്ലി ഉണ്ടാവും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിക്കണേ. എന്നാലും ഈ ഒരു വെളുത്തുള്ളി ഇതിലിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. അതിനെക്കൊണ്ട് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റിന് ശേഷം ആ ഉള്ളിൻ്റെ കൂടെ തക്കാളിയും കൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ആ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി നിങ്ങൾ ചേർത്ത പച്ചമുളകിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഞാനിത് അവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് ഈ നമ്മൾ ചേർത്ത ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ബോട്ടിയിലേക്കുള്ള ഗ്രേവി ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കണ്ടില്ലേ, ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല സോഫ്റ്റായ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ തോന്നും. എന്നാലും നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഉപ്പും മുളകൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചില്ലേ, ആ ഒരു ബോട്ടി വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വേവിച്ചെടുത്തുകൊണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. തന്നെ എല്ലാവരും സ്മെല്ല് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ബോട്ടിയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു രീതിയിൽ നിങ്ങൾ കുരുമുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ബോട്ടി കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ ആരും ടെൻഷൻ അടിക്കേണ്ട. ബീഫായാലും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പം ഞാനിതാ ഇതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് ബോട്ടിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബോട്ടി വരട്ടിയത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിയിൽ ഇതാ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബോട്ടി വരട്ടിയതിന്. ചപ്പാത്തിയുടെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവർ നമ്മുടെ വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ.